ദൈവനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനം അൾത്താരയിൽ കയറി ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം ആരംഭിക്കുകയാണ്. എൻ്റെ പേര് ജോമോൾ, ഇതെൻ്റെ ഹസ്ബൻഡ് സെബിൻ തോമസ്, ഇത് ഞങ്ങളുടെ മോൻ അബ്രാം ജോസെബിൻ. ഞാൻ സെൻറ്റ് ആൻ്റണീസ് ചർച്ച് കോടനാട് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 31/7/2022 എൻ്റെ മാരേജിന് മുമ്പ് ഞാൻ ഇവിടെ അടുത്തുള്ള സെൻറ്റ് ജോർജ് മനക്കോടം ചർച്ചിൽ ഇടവക അംഗമായിരുന്നു. ഇവിടെ നിന്ന് അടുത്തായതുകൊണ്ടും ഞങ്ങളുടെ ചർച്ചിൽ എല്ലാവരും തന്നെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ടും എൻ്റെ സ്കൂൾ കാലഘട്ടം മുതൽ ഞാൻ കൃപാസനത്തിൽ വരുമായിരുന്നു. എൻ്റെ 10th +2 ഞാനൊരു MTech ഗ്രാജുവേറ്റാണ്. BTech ശേഷവും MTechും എല്ലാ ഒരു പരീക്ഷയുടെ കാലഘട്ടത്തിലും അല്ലാണ്ടും ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉയർന്ന മാർക്കോടുകൂടി പാസ്സാകാൻ ലഭിച്ചിട്ടുണ്ട്. മാരേജിന് ശേഷമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഒരു പ്രത്യേക നിയോഗമെന്ന് വിചാരിച്ചല്ല ഞാൻ ഒരിക്കലും ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുമ്പോൾ മുതൽ ഞാൻ ഓർക്കുമായിരുന്നു ഞാൻ എന്തിനു വേണ്ടിയാണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ മാതാവ് എന്നോട് എപ്പോഴും പറയുമായിരുന്നു നിനക്കൊരു സഹനമുണ്ടെന്ന്. അത് മാതാവ് തന്നെ പറഞ്ഞു നിനക്ക് മക്കളെ ലഭിക്കാൻ താമസമുണ്ടാകുമെന്ന്. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിന്നിട്ടില്ല. കുറച്ചു മുമ്പ് അച്ഛൻ പറഞ്ഞ പോലെ സംശയിച്ചുകൊണ്ടല്ല ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചത്. ദൈവമേ, ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ എനിക്ക് മക്കളെ ലഭിക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. 2022 ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞത്. 2025 വരെ ഞാൻ പ്രഗ്നൻ്റ് ആയില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു, ടെസ്റ്റുകളെല്ലാം ചെയ്തു. ടെസ്റ്റുകളെല്ലാം നോർമലായിരുന്നു. എന്നാൽ ഡോക്ടർ പറഞ്ഞു ടെസ്റ്റുകളെല്ലാം നോർമലാണ്, ബട്ട് നിങ്ങൾക്ക് ചാൻസ് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ് ബൈ നോർമൽ ചാൻസ് ഭയങ്കര കുറവാണ്, നിങ്ങൾ IUIക്ക് സജസ്റ്റ് ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ മാതാവ് പറഞ്ഞു നീ അതിന് നോ പറഞ്ഞാൽ മതിയെന്ന്. ഞാനും എൻ്റെ ഹസ്ബൻഡും തീരുമാനിച്ചു ഞങ്ങൾ ഒരു വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റിനും പോകുന്നില്ല, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കും, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആശ്രയിക്കും, ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ ഞങ്ങൾക്ക് മക്കളെ ലഭിച്ചാൽ മതിയെന്ന്. അതിനുശേഷം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ദൈവകൃപയാൽ എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു. ഞാനും ഹസ്ബൻഡ് ലാസ്റ്റായിട്ടാണ് ജോസഫ് അച്ഛനെ കണ്ടത്. അന്നത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥനയോടെ ഈ ആൾത്താരുടെ ഫ്രണ്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ലഭിക്കേണ്ട ഉത്തരം ഞാൻ എത്ര വർഷം വേണമെങ്കിലും വെയിറ്റ് ചെയ്തോളാം, മാതാവേ ഞാനൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമോ, കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്യണമോ എന്നായിരുന്നു. മാതാവ് ജോസഫ് അച്ഛനിലൂടെ പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട മക്കളെ, നിങ്ങൾ കുഞ്ഞുമായി വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു. ആ ഒരു നിമിഷം എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. എൻ്റെ ശരീരത്ത് ഫുള്ള് ഒരു കുളിര് വരുന്ന പോലെയായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് സൈത്ത് അടിവയറ്റിൽ പരട്ടണമെന്ന് പറഞ്ഞു. അച്ഛൻ ഒരു പ്രാവശ്യം അവിടെ പോയി ഇരുന്നു. എന്നിട്ട് വീണ്ടും വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിന് തലക്ക് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കവിളിൽ ഇങ്ങനെ തട്ടി. ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിരുന്നു. ഒരു മാതാവിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ എനിക്ക് ആ സമയത്ത് തോന്നി. ഞാൻ വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ച് എൻ്റെ അച്ഛൻ തന്ന തൈലം ഞാൻ സൈത്ത് അടിവയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ആ മാസം തന്നെ പ്രഗ്നൻ്റ് ആകുകയാണ് ചെയ്തത്. അതിനു മുമ്പ് തന്നെ മാതാവ് എന്നോട് സ്വപ്നത്തിലൂടെ പറയുമായിരുന്നു നിനക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്ന്. ഞാൻ അപ്പം മുതൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവമേ എല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കണമേ എന്ന്. അതിനുശേഷം ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, ഒരു ചേച്ചി വന്നിട്ട് എന്നോട് പറയുകയാണ് മോളെ നിനക്ക് ബ്ലൂ കളറുള്ള ഡ്രസ്സ് എന്തായാലും നല്ലതായിരിക്കുമെന്ന്. അതിനുശേഷം അപ്പം മുതൽ മാതാവ് എന്നോട് പറയുക നിനക്ക് എന്തായാലും ആൺകുട്ടിയായിരിക്കും ലഭിക്കുന്നത്, ഏത് കുട്ടിയാണെങ്കിലും ആരോഗ്യമുള്ളൊരു കുട്ടിയെ ലഭിക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന ദിവസം ഞാനും ഹസ്ബൻഡ് എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പള്ളിയിൽ പോകുന്നതിൻ്റെ അന്ന് അതിനു മുമ്പാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അതിനുശേഷം ഞാൻ ഡെയിലി ബ്രെഡ് കൂടി പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് ഹസ്ബൻഡിനോട് പറയുന്നത് നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു എന്നത്. അതിനുശേഷം എൻ്റെ പ്രഗ്നൻസി കാലഘട്ടം മുഴുവനും മാതാവിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. മാതാവ് എന്നെ ചേർത്ത് നിൽക്കുന്ന പോലെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. 10th വീക്കിലെ സ്കാനിങ്ങിൻ്റെ അന്ന് രാവിലെ മാതാവ് സ്വപ്നത്തിൽ എന്നെ കാണിച്ചു തരുവാണ് എൻ്റെ യൂട്രസിലൊരു ക്ലോട്ടുള്ള പോലെ. അപ്പോൾ എനിക്ക് അത് ക്ലിയർ ആയില്ല. അപ്പോൾ ഞാൻ എണീറ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാകുന്ന സമയത്ത് ഹസ്ബൻഡിനോട് പറഞ്ഞു ഇന്ന് എന്തോ സ്കാനിങ്ങിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവും, മാതാവ് എന്നെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്.
ഒരു കുഞ്ഞിനെ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലി സ്കാൻ ചെയ്തു. ആ സ്കാനിങ്ങിൽ കുഴപ്പമില്ല. ബട്ട് അന്നത്തെ ബ്ലഡ് റിപ്പോർട്ടിൽ എൻ്റെ തൈറോയ്ഡ് കൂടുതലാണെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ വരികയും അതിനുശേഷം നെക്സ്റ്റ് ഡേ ഡോക്ടർ എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു നാളെ ഒന്നുകൂടെ വന്നം, നമുക്ക് ഒന്നുകൂടെ സ്കാനിങ് ഒക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ വന്ന് സ്കാൻ ചെയ്യുമ്പോഴാണ് എൻ്റെ യൂട്രസിലൊരു ക്ലോട്ട് ഉണ്ടെന്നത് കാണുന്നത്. അത് മേ ബി ആ ക്ലോട്ട് നമ്മുടെ ബേബീനെ അഫക്റ്റ് ചെയ്യാം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്തായാലും റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ദൈവകൃപയാൽ കുഞ്ഞിന് ഒരു ആപത്തും വന്നില്ല. ആ ഒരു കാലഘട്ടം മാത്രമാണ് ഞാൻ ഈ പ്രഗ്നൻസി ടൈമിൽ ആ 2 months മാത്രമാണ് പള്ളിയിൽ പോകാതിരുന്നത്. ബാക്കി എല്ലാ ദിവസവും എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ ദിവസവും ദൈവത്തെ സ്വീകരിക്കാനുള്ള കൃപ ലഭിച്ചു. അതാണ് എനിക്ക് ഏറ്റവും രാവിലെ ആകുന്നതും പള്ളിയിലോട്ട് പോകുക എന്ന് പറയുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ റെസ്റ്റ് അല്ലേ, പിന്നെ എന്തിനാ നീ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്നുള്ളത്. പക്ഷേ എനിക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ആ ആൾത്താരയിൽ നോക്കുമ്പോൾ ആ ക്രൂശിത രൂപത്തിൽ നോക്കുമ്പോൾ ആ ദൈവത്തിനെ കണ്ടില്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ എന്തോ പോലെ ഞാൻ ഇൻകംപ്ലീറ്റ് ആയ പോലെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ ഓരോ ദിവസവും 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരവും എല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയും എന്നെ കഴിയുന്ന വിധത്തിൽ എല്ലാവരെയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് 28/8/2025 ഒരു കുഞ്ഞിനെ ലഭിച്ചു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന ദിവസം ഞാൻ പള്ളിയിൽ പോയപ്പോൾ അന്ന് അവിടെ വായിച്ച വായനയിൽ അബ്രാഹത്തിൻ്റെയും എലിസബത്തിൻ്റെയും പറ്റിയായിരുന്നു. അന്ന് അതിലൂടെ എനിക്ക് മാതാവ് എന്നോട് പറഞ്ഞു നീ അബ്രാം എന്നുള്ളൊരു പേര് നോട്ട് ചെയ്ത് വെച്ചോന്ന്. അതേപോലെ എൻ്റെ മോന് പേരിട്ടിരിക്കുന്നത് അബ്രാം തന്നെയാണ്. അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ 6 മാസം കംപ്ലീറ്റ് ആയിരിക്കുന്നു. ദൈവം തന്ന ഓരോ അനുഗ്രഹത്തിനോടും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്ക് ആദ്യമായി ഉടമ്പടി ലഭിച്ചപ്പോൾ അന്ന് മണി നമുക്ക് ഇവിടുന്ന് ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുമായിരുന്നു. അന്ന് എനിക്ക് മണിയാണ് കിട്ടിയത്. അപ്പോൾ അതിലൂടെ മാതാവ് എന്നോട് പറഞ്ഞു നീ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുമെന്നാണ് പറഞ്ഞത്. ഉടമ്പടിയെ പറ്റി പറയാൻ ഞാൻ ഡ്യൂട്ടിക്ക് പോകും, ഞാൻ അങ്കമാലിലാണ് വർക്ക് ചെയ്യുന്നത്. ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എല്ലാം ഞാൻ കൃപാസനം പത്രം എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ഇറങ്ങി കൊടുക്കുകയും അവരോട് ഉടമ്പടിയെ പറ്റി പറയുകയും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മോളെ ഉടമ്പടി എടുക്കുന്നത്, മോൾക്ക് അനുഗ്രഹം ലഭിച്ചോ. എന്നോട് ഒരു പ്രാവശ്യം ഒരു ചേട്ടൻ ചോദിച്ചു മോൾ എന്തിനു വേണ്ടിയാണ് ഉടമ്പടി എടുത്തതെന്ന്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ എൻ്റെ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയല്ല, ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനും ഒരു ചിട്ടയായ ഒരു ജീവിതം ക്രമപ്പെടുത്താനും വേണ്ടിയാണ് ചെയ്തതെന്നാണ് ആ ചേട്ടനോട് പറഞ്ഞത്. പലപ്പോഴും നമ്മൾ ദൈവത്തെപ്പറ്റി പ്രഘോഷിക്കുമ്പോൾ അന്ന് നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. എനിക്കത് സ്വന്തമായിട്ട് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ദൈവത്തെപ്പറ്റി പ്രഘോഷിക്കാനും മാതാവിന് തന്ന ഉടമ്പടിയെപ്പറ്റി പ്രഘോഷിക്കാനും ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ആതുര ആലയങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുകയും അവിടെയുള്ള അപ്പച്ചന്മാരെ അമ്മച്ചിമാരോട് സംസാരിക്കുകയും ഒരു ദിവസം വന്നില്ലെങ്കിൽ അവർ ചോദിക്കും മോളെ എന്ത് പറ്റി മോളെന്താ കഴിഞ്ഞ ആഴ്ച വരാതിരുന്നേ, മോളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അവർ ഓർത്ത് വെച്ചിട്ട് എന്നോട് പറയുമായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടി അവരും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പോയി കുറച്ച് ഗ്യാപ്പ് ശേഷം പോകുമ്പോൾ അവർ പറയും മോളെ ഞങ്ങൾക്ക് മനസ്സിലായി മോൾ പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലായി, ഞങ്ങളെല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. ഒത്തിരി പേരുടെ പ്രാർത്ഥന എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഇതുകൂടാതെ വേറെ ഒരു മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ കറക്ഷൻ ഉണ്ടായിരുന്നു. 10th മുതലുള്ള സർട്ടിഫിക്കറ്റ്സിൽ എല്ലാം എനിക്ക് കറക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ 4 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പാരൻസ് എബ്രോഡ് ആയതുകൊണ്ട്. അപ്പോൾ 10th സർട്ടിഫിക്കറ്റ് കറക്ഷൻ ചെയ്യണമെങ്കിൽ ഈ എല്ലാ സ്കൂളിലും ചെന്നിട്ട് നമുക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണം. അപ്പോൾ ഞാൻ പഠിച്ച ഒരു സ്കൂളിൽ LP സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ റിനോവേഷൻ്റെ ഭാഗമായിട്ട് എൻ്റെ നെയിം ഉണ്ടായിരുന്ന ആ റെക്കോർഡ് കാണുന്നില്ല എന്ന് പറയുകയും ഞാൻ നോക്കട്ടെ. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു സ്റ്റുഡൻറ്റ് വന്ന് ചോദിച്ചപ്പോൾ കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലിയ ഫലമായിട്ട് അവിടെ നിന്നൊരു ടീച്ചർ വരികയും ആ ടീച്ചർ എൻ്റെ ഒപ്പം പഠിച്ചൊരു കുട്ടിയുടെ അമ്മയായിരുന്നു. അങ്ങനെ ആ ടീച്ചർ വഴി എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ക്ലിയറൻസ് ലഭിക്കുകയും SLCയുടെ സർട്ടിഫിക്കറ്റിൽ കറക്ഷൻ ലഭിക്കുകയും ചെയ്തു. ബട്ട് അതിനുശേഷം ഞാൻ BTech MTech എല്ലാം പഠിച്ചത് തമിഴ്നാട്ടിലാണ്, അണ്ണാ യൂണിവേഴ്സിറ്റി ചെന്നൈ. അവിടെ ഒരു പ്രോപ്പർ പ്രൊസീജിയർ ഇല്ലായിരുന്നു. ഞാൻ എല്ലാവരെയും കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അറിയത്തില്ല. ഞങ്ങളുടെ കൺസേൺ സ്റ്റാഫിനെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴും അവരെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ വിളിക്കൂ. യൂണിവേഴ്സിറ്റിയിൽ വിളിക്കുമ്പോൾ അവർ പറയും ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യും, ചിലപ്പോൾ അവർ കണക്ട് ചെയ്യാമെന്ന് പറയും. അങ്ങനെ കണക്റ്റ് ആവുന്നില്ല.
അതിനുശേഷം ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്നെ കോൾ ബാക്ക് ചെയ്യുകയും ഇന്ന പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്, ഓൺലൈനിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുകയും എനിക്ക് കുറച്ച് ദിവസത്തിന് തന്നെ എൻ്റെ എല്ലാം ഇൻഡിവിജ്വൽ സെമസ്റ്റർ ഷീറ്റിലും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ 15 സർട്ടിഫിക്കറ്റുകൾ എനിക്ക് മാറ്റി കിട്ടുകയും മാതാവിൻ്റെ ഇടപെടലോടുകൂടി എനിക്ക് എല്ലാം ക്ലിയർ ആകുകയും ചെയ്തു. മാതാവ് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷി ഞാൻ സമർപ്പിക്കുന്നു. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ജമോൾ എന്ന ഈ സഹോദരിയുടെ അതിശക്തമായ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത മകൾക്കൊരു കുഞ്ഞിനെ കിട്ടി എന്നതിനേക്കാൾ ഉപരി ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ വളരുവാൻ വേണ്ടി അവരുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിലും നിരന്തരം അമ്മ മാതാവിൽ ശരണപ്പെട്ട് മകൾ ജീവിച്ചു വളർന്നു എന്നതിനെക്കുറിച്ചാണ്. ഉടമ്പടി നമ്മളെ എപ്പോഴും കൈപിടിച്ച് നടത്തുന്നത് ശരിയായ നിലപാടുകൾ ശക്തമായി എടുക്കുവാൻ വേണ്ടിയാണ്. ഉടമ്പടി ജീവിതം നമ്മളെ ഒരു അഴകുടമ്പൻ ജീവിതത്തിലേക്ക് കൊണ്ടുപോവില്ല. ഉടമ്പടിയിൽ ചില തീരുമാനങ്ങൾ അത് ദൈവഹിതത്തിന് ചേരുന്നത് എടുക്കണമെന്ന് ശക്തമായി നമ്മളോട് പറയും. ആ നിമിഷങ്ങളിൽ നമ്മളെടുക്കുന്ന നിലപാടുകൾക്ക് അത് വലിയ വിലയുണ്ടാവും. ദൈവത്തിന് ചേരുന്ന നിലപാടെടുത്താൽ അത് നമ്മളെ അനുഗ്രഹത്തിലേക്ക് നയിക്കും. ദൈവത്തിന് നിരക്കാത്ത നിലപാടെടുത്താൽ അത് നമുക്ക് കഷ്ടതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. സഹോദരി സാക്ഷ്യത്തിൽ പങ്കുവെക്കുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്ന നാളുകളിൽ മകൾക്ക് ലഭിച്ച ഒരു സന്ദേശമാണ് കുഞ്ഞുങ്ങളുണ്ടാകുവാൻ വൈകുമെന്ന്. അങ്ങനെ ഒരു ദൈവികമായൊരു സന്ദേശം ലഭിക്കുമ്പോൾ അതിനെ ഉള്ളിൽ സ്വീകരിക്കുകയും അത് ദൈവപരിപാലനയ്ക്ക് ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഡോക്ടർമാരെ കാണുമ്പോൾ അവർ പറയുന്നുണ്ട്, IUI ചെയ്താലേ നമുക്ക് എന്തെങ്കിലും സാധ്യത പ്രതീക്ഷിക്കുവാനുള്ളൂവെന്ന്. അതാണ് നിലപാടെടുക്കുന്ന നിമിഷമെന്ന് പറയുന്നത്. അത് ദൈവഹിത പ്രകാരം ശരിയല്ല എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് മകളും ജീവിത പങ്കാളിയും ഒരുമിച്ച് തീരുമാനമെടുക്കുന്നുണ്ട്, നമ്മളിനി ഇത്തരം ചികിത്സയ്ക്ക് പോകത്തില്ല, ഇത്തരം ചികിത്സയുമായി മുന്നോട്ട് നമുക്കിനി യാത്രയില്ല. നമ്മളിത് അമ്മയുടെ കരങ്ങളിൽ ഉടമ്പടി പ്രകാരം ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഈ നിയോഗത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിലും തിന്മയുടെ വഴികളിൽ നിന്നും മാറി ദൈവ വഴികളിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി നിലപാടെടുക്കുവാൻ ആവശ്യപ്പെടും. ഈ നിലപാടുകൾക്ക് നാം കൊടുക്കുന്ന പ്രാധാന്യവും വിലയുമായിരിക്കും ആത്യന്തികമായി ഉടമ്പടിയിൽ നമുക്ക് ജീവിതത്തിൻ്റെ അനുഗ്രഹമായി തീരുക. ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കുവാൻ പറയും, ചില പാപത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് പിന്മാറാൻ പറയും, ചില തിഴക്ക ദോഷങ്ങൾ ആവർത്തിക്കരുതെന്ന് പറയും, ചില ആസക്തികളുടെ മേഖലകളിൽ നിന്ന് പിന്മാറാൻ പറയും, ചില അനർഹമായ പണസമ്പാദനത്തിൽ നിന്ന് ജീവിതം ഒഴിവാക്കണമെന്ന് പറയും. ഇത് ഓരോന്നും നമ്മുടെ ആത്മാവിനോട് ദൈവം ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കും. നാം കേൾക്കാതെ പോയിക്കൊണ്ടിരുന്നാൽ ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന നിയോഗങ്ങൾ അനുഗ്രഹമായി തീരുവാൻ താമസം നേരിട്ടുകൊണ്ടിരിക്കും. മറിച്ച് താൽക്കാലികമായി എന്ത് നഷ്ടമുണ്ടെങ്കിലും, എത്രയേറെ കഷ്ടപ്പാടുണ്ടെങ്കിലും, എത്രയേറെ നമുക്ക് ചില പ്രയാസങ്ങൾ നേരിടുമെന്ന് നാം തന്നെ അറിയുമെങ്കിലും ദൈവഹിതത്തിന് വേണ്ടി ജീവിതത്തിൽ തീരുമാനമെടുക്കുവാൻ തയ്യാറാണോ, അവിടുന്ന് ഒരുക്കി വയ്ക്കുന്ന വലിയ അനുഗ്രഹം നമ്മളെ തേടിയെത്തും. മകൾ പറയുന്നുണ്ട്, ജോസഫച്ചനെ വന്ന് കണ്ട് ആ ദമ്പതികൾ ഇരുവരും ചേർന്ന് കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ കൈവിപ്പ് ശുശ്രൂഷയിൽ അവർക്ക് കൈവിപ്പ് ശുശ്രൂഷയിൽ ആശീർവാദം കൊടുക്കുമ്പോൾ കുളിരുകോരുന്ന അനുഭവമുണ്ടായെന്ന്. അത് ദൈവികമായ ശക്തി പ്രവഹിക്കുന്ന, ദൈവത്തിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന, ദൈവം കാണുന്നുവെന്ന് ജീവിതത്തിൽ അവർക്ക് തന്നെ കൃത്യമായ അടയാളം കൊടുക്കുന്ന അനുഭവമാണ്. മകൾ പറയുന്നുണ്ട്, അച്ഛൻ പ്രാർത്ഥനയ്ക്ക് ശേഷം തിരികെ പോയിരുന്നിട്ട് ഒരിക്കൽ കൂടി വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കുഞ്ഞുമായി വന്ന് സാക്ഷ്യപ്പെടുത്തുക എന്ന് ആവർത്തിച്ചുവെന്ന്. അതിൻ്റെ അർത്ഥം ഒരു നിയോഗം നാം ഈ അൾത്താരയിൽ ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് വിശുദ്ധമാണെങ്കിൽ, അത് ദൈവഹിത പ്രകാരമാണെങ്കിൽ, അതിൽ മറ്റ് കുരുക്കുകളും കൗശലങ്ങളും ഇല്ലെങ്കിൽ ദൈവം ഏറ്റെടുക്കുകയും ജീവിതത്തിൽ അനുഗ്രഹമായി നിവർത്തിച്ചു തരികയും ചെയ്യും. ആയിരക്കണക്കിന് മക്കൾ ഈ അൾത്താരയിൽ ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് ഉടമ്പടിയോടുള്ള വിശ്വസ്തതയ്ക്ക് പ്രത്യക്ഷീകരണത്തിന് അമ്മ മാതാവ് നൽകുന്ന അടയാളമാണ്, സ്ഥിരീകരണമാണ്. പ്രിയമുള്ളവരെ, ഈ കുടുംബം
സന്തോഷത്തോടെ ഈ കുഞ്ഞുമായി ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, നമ്മൾ നിയോഗങ്ങളുമായി അമ്മയുടെ അരികിൽ പ്രാർത്ഥിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ഉറപ്പിച്ച് പറയണം. 1, ദൈവഹിത പ്രകാരമുള്ളത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നുള്ളൂ, ആഗ്രഹിക്കുന്നുള്ളൂ. 2, ദൈവത്തിന് നിരക്കാത്തതൊക്കെയും എൻ്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഞാൻ ഉപേക്ഷിക്കും. 3, ഉടമ്പടിയിൽ എൻ്റെ കഷ്ടകാലത്തും ഇല്ലായ്മയുടെ കാലത്തും ഞാൻ വിശ്വസ്തയോടുകൂടി ജീവിക്കും. എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, എൻ്റെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാൻ ഇന്ന് എത്രയേറെ സഹനമുണ്ടെങ്കിലും ഞാൻ വിശ്വസ്തയോടുകൂടി ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമെന്ന്. വലിയ അനുഗ്രഹങ്ങൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ മറ്റാർക്കും അനുവദിച്ച് തരുവാനാവാത്തത് നമുക്ക് വേണ്ടി നേടിത്തരുന്നത് അനുഭവിക്കുവാനാവും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.